എല്ലാം ഒന്ന് കെട്ടടങ്ങി കഴിഞ്ഞപ്പോഴാ അച്ഛന്റെ വിഷമങ്ങള് ആദർശമായിട്ട് പങ്കുവച്ചത്. അതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല മോളെ. അത് മുത്തശ്ശന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ അമ്മ. ഗൾഫിലെ പ്രശ്നങ്ങളെല്ലാം ആദ്യം അറിഞ്ഞത് മുത്തശ്ശനാ. എന്നിട്ട് അറിഞ്ഞ ഭാവം പോലും നടിച്ചില്ല. പക്ഷേ അതേ മുത്തശ്ശന് തന്നെ മറ്റൊരു മുഖമുണ്ട് മോളെ. എനിക്കത് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴുണ്ടായ ഒരു സംഭവം. മൂർത്തിസ് ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫ് കാരണം കമ്പനിക്ക് ഒരുപാട് നഷ്ടമുണ്ടായി. അയാളെ ജ്വല്ലറിയിലെ മുഴുവൻ ജീവനക്കാരുടെയും മുന്നിൽ വെച്ച് അടി കൊടുത്താണ് കമ്പനിന്ന് അച്ഛൻ പറഞ്ഞു വിട്ടത്. അതുപോലെ പിന്നീട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബിസിനസ്സിൽ ആര് വീഴ്ച വരുത്തിയാലും അച്ഛനെ സഹിക്കില്ല. മക്കളായാലും കൊച്ചുമക്കളായാലും ആരായാലും. പിന്നിപ്പോ പ്രായവും അസുഖമൊക്കെ തളർത്തിയതുകൊണ്ടാ കുറച്ചൊക്കെ തല താഴ്ത്താൻ തുടങ്ങിയത്. മോളിവിടേക്ക് വരുമ്പോ എങ്ങനെ നിന്ന് മുത്തശ്ശനാണെന്ന് മോൾക്ക് നന്നായിട്ട് അറിയാലോ. അറിയാം ഇരട്ടത്താപ്പുള്ള മുത്തശ്ശനാണെന്ന്. ഇന്നെ ജ്വല്ലറിയുടെ MD ഡേവിസ് സാറ് ജ്വല്ലറിയുടെ ഓഫീസിലേക്ക് വിളിച്ചിരിക്കുക. അദ്ദേഹമായിട്ട് ഞാൻ ഫോണിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. മനഃപൂർവ്വം ഈ വീട്ടിലുള്ളവരെ തോൽപ്പിക്കാനാണോ നീ ശ്രമിക്കുന്നത്? ഞാൻ ആരെയും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ആരെയും പറഞ്ഞ് തിരുത്താനും ശ്രമിക്കുന്നില്ല. ഞങ്ങൾക്ക് ജീവിക്കണം. എന്റെ ഭർത്താവ് ഇപ്പോഴേ പാപ്പര. അവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ചൂസ് ചെയ്തത്. മുത്തശ്ശൻ ചേച്ചിയെ കാണുന്നതിന് മുന്നേ ചേച്ചി പോവാൻ നോക്ക്. മുത്തശ്ശൻ കണ്ടാലെന്താ കുഴപ്പം? മുത്തശ്ശന്റെ ചട്ടവും നിയമമൊക്കെ അതേപടി അനുസരിച്ചിട്ടാ ഞാൻ ഇത്രയും കാലം ഇവിടെ ജീവിച്ചത്. അദ്ദേഹത്തോട് എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു. എന്നാൽ മുത്തശ്ശൻ മൂത്ത കൊച്ചുമോനോട് സ്വാർത്ഥത കാണിച്ചതോടെ ഇനി പഴയ പോലെ പോകുന്നത് ശരിയല്ലാന്ന് എനിക്ക് തോന്നി. ഇനി അതിന്റെ പേരിൽ എന്നെ പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കിക്കോട്ടെ. എന്നാലും ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കത്തുള്ള അമ്മായി. അത് ഞാൻ എന്ത് പറഞ്ഞാലും ശരി. നീ കണ്ടില്ലേ നിന്റെ മരുമോളുടെ വേഷം കെട്ടല്? ഏട്ടത് കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ. പുറത്തുപോയി പഠിച്ചിട്ട് വന്നപ്പോഴേക്കേ നാത്തോന്റെ സ്വഭാവം അങ്ങ് മാറിയോ? നീ ഇപ്പൊ നിന്റെ അമ്മയെ അഭിയൊക്കെ ആണല്ലോ കുറ്റപ്പെടുത്തുന്നത്. അവരുടെ ഭാഗത്ത് കുറ്റമുള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഞാൻ കുറ്റപ്പെടുത്തുന്നത്. അപ്പൊ നിന്റെ ആദർശേട്ടൻ ചെയ്ത പ്രവൃത്തിയൊന്നും നിനക്കറിയില്ലേ? ആദർശേട്ടൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഏട്ടത്തി അമ്മായിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് ശരിയാവാനാണ് സാധ്യത. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആദർശേട്ടനെ പഴിക്കില്ല. ആയിക്കോ, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന് തെളിവ് സഹിതം എന്നെ ബോധ്യപ്പെടുത്താതെ ഞാൻ ഒരിക്കലും ആദർശേട്ടനെ അംഗീകരിക്കില്ല. ചന്തുമോളുടെ അച്ഛൻ അങ്ങേരല്ലാന്ന് പറയാൻ പറ്റുമോ? നീ ഏതോ വലിയ സാധനം കാണാനായിട്ട് പോവല്ലേ? കൊയ്ക്കോ, ഇനി നീ അധികം സംസാരിക്കണ്ട. ഞാൻ പോയിട്ട് വരാമേ. ആ മുറിയിലില്ലടി. എന്തോ അറിയില്ല. എന്ത് ചോദിച്ചാലും നിനക്ക് അറിയില്ലല്ലോ. ഏട്ടൻ റൂമിലുണ്ടാമായി. എനിക്കറിയണം. അവന്റെ അറിവോടെയാണോ അവളിതൊക്കെ ചെയ്യുന്നതെന്ന്. ഇത്ര ചീപ്പായിട്ടാ നബിയടുത്ത് ബിഹേവ് ചെയ്യുന്നത്. ആ ബോധം ചേച്ചിക്കുമില്ല, ചേച്ചിയുടെ അമ്മായിയമ്മയ്ക്കും ഭർത്താവിനും ഇല്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നീ എന്തിനടി എപ്പോഴും അവളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? കുറ്റപ്പെടുത്താതെ പിന്നെ ഏട്ടത് ചെയ്യുന്നതൊക്കെ ശരിയാണോ? മുത്തശ്ശനൊക്കെ ഇവിടെ ഉണ്ടെന്നൊരു ബോധമൊക്കെ വേണ്ടേ? അവളുടെ ഒരു മുത്തശ്ശൻ. എടി, അങ്ങേർക്ക് മൂത്ത കൊച്ചുമോനോട് മാത്രമേ സ്നേഹമുള്ളൂ. ദേ, ഇപ്പൊ മൂർത്തീസ് ജ്വല്ലറി ഇടിഞ്ഞു താണിരിക്കോ. എന്നിട്ടും MD മാറ്റി പരീക്ഷിക്കുന്നില്ലല്ലോ. ഇതിനു മുമ്പേ എന്തോ ഒരു ചെറിയ തെറ്റ് ചെയ്തതിനാ നിന്റെ അച്ഛനെ ഇവിടെ നാട്ടിൽ പായിച്ചത്. അതൊന്നും നിനക്കറിയത്തില്ല. അങ്ങനെ എത്ര ആൾക്കാരെ പുറത്താക്കിയിരിക്കുന്നു. പക്ഷേ എല്ലാവരെ പോലെയല്ല. കൊച്ചുമക്കളുടെ കാര്യം വന്നപ്പോ സ്വഭാവം അപ്പാടെ മാറി. അനിയും ആദർശം എന്ത് തെറ്റ് ചെയ്താലും അതിനൊക്കെ ഇപ്പൊ കാലം കൂടിയും പിടിച്ച് കൂട്ടു നിൽക്കുവാങ്ങേല് പറഞ്ഞ കൂടിപ്പോവും. നോക്കടാ, അടുത്ത പുളിങ്കൊമ്പ ഏതാണെന്ന് നീ നോക്ക്. അയ്യോ അമ്മായി, ഞാൻ കണ്ടു നീ പെൺകുട്ടികളുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇനി ഏതവളെ നീ വലവീശി പിടിക്കാനിരിക്കുന്നത്? അതെന്തെങ്കിലും ആയിക്കോട്ടെ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നവ്യ ഈ കയറൂരി വിടരുതെന്ന്. എന്നിട്ട് അവള് തന്നിഷ്ടത്തിന് പോയിരിക്കുവാ. നീ കണ്ടില്ലേ പോകുന്നത്? ഞാൻ കണ്ടതാ അമ്മായി. അതുകൊണ്ടാണ് ഞാൻ താഴോട്ട് വരാതിരുന്നത്. അവളുടെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാ ഇനി പോകരുതെന്ന്. നീ ഒരിക്കലും പറഞ്ഞു കാണത്തില്ല. നീ തന്നെയായിരിക്കും അവളെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതും. ഞാൻ അങ്ങനെ ചെയ്യൂ അമ്മായി. നീ അങ്ങനെ ചെയ്യൂ. നീ മാത്രമല്ല, നിന്റെ അമ്മയും അങ്ങനെ തന്നെയാ. അവളെ മുൻനിർത്തിയാ നീയും നിന്റെ അമ്മ ഇപ്പൊ കളിക്കുന്നത് തന്നെ. അപ്പോഴും നിന്റെ ഭാഗത്ത് തെറ്റുണ്ടാണെന്ന് രണ്ടുപേരും ചിന്തിക്കുന്നേയില്ല. അതറിയാവുന്നതുകൊണ്ട് നമ്മുടെ എതിരാളികളുടെ പരസ്യം ചെയ്യാൻ പോകരുതെന്ന് ഞാൻ ഒരുപാട് തവണ അവളോട് പറഞ്ഞു നോക്കിയതാ. പക്ഷെ അവൾ ഒരുതരം പ്രതികാര ബുദ്ധിയോടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രതികാര ബുദ്ധി എങ്ങനെയാണ് ഉണ്ടായത്? ആരാധനൊക്കെ കാരണക്കാരൻ. അവള് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് കഴിയില്ല. എന്നാ നിന്നെ ഞാനിങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല. പണിയൊന്നും ഇല്ലാതിരിക്കുമല്ലേ? ദേ, ഈ ലിസ്റ്റ് കണ്ടോ? അല്ല, ഇത് ഒരുപാടുണ്ടല്ലോ. ഇതെല്ലാം നീ വാങ്ങിക്കൊണ്ടുവരണം. സ്ഥിരം വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ മതി. പൈസ ഞാൻ കൊടുത്തോളാം. ഇനിയിപ്പോ അതിനു വേണ്ടിയിട്ട് ഞാൻ ജോലിക്കാരെ ഒന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഡ്രൈവറോടും പറയുന്നില്ല ഇവിടേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എത്തിച്ചേരാൻ. നിന്നെ പോലെ ഒരുത്തൻ ജോലിയും കൂലിയില്ലാതെ ഇവിടെ ഇരിക്കുമ്പോ നിനക്ക് എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ? അങ്ങനെ എന്തെങ്കിലും ജോലി തന്നില്ലെങ്കിലേ നീ ഇതുപോലെ ഓരോരോ പെൺകുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ അവരെ വിളിക്കും. അവരുടെ ഭാവി തകർക്കും. അതേതായാലും ഇനി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നീ പെട്ടെന്ന് പോകാൻ നോക്ക്. ആ ലിസ്റ്റിനകത്ത് എന്തെങ്കിലും സാധനം കടയിലില്ലെങ്കിൽ ഉള്ളിടത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരണം. മനസ്സിലായോ? ശരി അമ്മായി. ഇവിടെ കൊണ്ട് വലിയ ശല്യമായില്ലോ. ഇത് കണ്ടോ? എന്തായത്? ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വരണ ഇവിടുത്തെ മൂത്ത മരുമകളുടെ ഓർഡർ. അതായത് അമ്മയുടെ നാത്തൂന്റെ. അവൾ ഇവിടുന്ന് പോയപ്പോഴേ എനിക്കറിയായിരുന്നു നിനക്ക് എന്തെങ്കിലും പണി തരുമെന്ന്. ദേ, ഞാനാണെങ്കിൽ അടുക്കള പണിയും പുറം പണിയും ഒക്കെ ചെയ്ത് നടുവൊടിഞ്ഞ് നടക്കുക. ഈ വീട്ടിൽ വന്നതിന് ശേഷം ഇന്നേ വരെ ഇത്രയും പണി ഞാൻ ചെയ്തിട്ടില്ല. ജാനകിയെ സഹായിക്കാൻ പോലും സമ്മതിക്കുന്നില്ല ഒരുത്തി. തൽക്കാലം അതൊക്കെ ക്ഷമിച്ച് സഹിച്ചും പോയല്ലേ പറ്റൂ അമ്മേ. അമ്മായിയുടെ നാവൊന്ന് പിഴച്ച നവ്യ അതോടെ അവരുടെ പക്ഷത്തേക്കാവും. അതുകൊണ്ട് ഞാനെല്ലാം സഹിക്കുന്നത്. ഒരുത്തി വന്നിട്ടുണ്ടല്ലോ, നിന്റെ അനിയത്തി. കണ്ടല്ലോ, അവളും ഇപ്പൊ അവരുടെ സൈഡിലാണ് നിൽക്കുന്നത്. അതാ അമ്മേ ഞാൻ പറഞ്ഞത്. കാലാവസ്ഥ ഇപ്പൊ അനുകൂലമല്ലെന്ന്. അനുകൂലമായിരുന്നു. നീയാണ് ഇങ്ങനെ ആക്കി മാറ്റിയത്. ഇനി അതും പറഞ്ഞ് എന്നെ ഇങ്ങനെ ഏത് നേരം കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? എടാ, ഇവിടെ ഓടിച്ചാടി നടക്കുന്നതേ അന്യ കുഞ്ഞൊന്നുമല്ല, നിന്റെ ചോരയാ. നിനക്കിപ്പോ 2 മക്കളാണ്. മൂത്തത് ചന്തുമോളും ഇളയത് അനന്തനും.
അമ്മയും കൂടെ അങ്ങനെ പറയില്ലേ മേ. എടാ ഞാൻ പറഞ്ഞില്ലെങ്കിൽ സത്യം അതല്ലേ, നിന്നെ കുഞ്ഞിനെയാണ് ഇപ്പൊ ആദർശ് നയനയും കൂടെ നോക്കുന്നത്. ചന്തുമോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബോംബാണമ്മേ. അത് ആദർശനും നയനിക്കൊക്കെ നന്നായിട്ട് അറിയാം. അമ്മായിക്കും എല്ലാവരും ആ കുഞ്ഞിനെ മുന്നിൽ നിർത്തിയാ നമ്മളിങ്ങനെ തളച്ചോണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊക്കെ ഒരു അവസാനമുണ്ട്. ഷെയർ ഇടിഞ്ഞെന്ന് പറഞ്ഞ് ഇതിനകത്ത് ഇപ്പൊ ഒരാൾ നടക്കുന്നുണ്ടല്ലോ, 6 അടി ഉയരവും താടിയുള്ള ഒരാൾ. ഇനിയും അത് ഇടിയത്തേ ഉള്ളൂ. ബിസിനസ് തകർന്ന മക്കളോടും കൊച്ചുമക്കളോടും ക്ഷമിക്കാത്ത മുത്തശ്ശനെ ഇവിടെ എന്ത് ആക്ഷൻ എടുക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഓ, ആദർശിന്റെ കാര്യത്തിൽ അയാൾ ഒരു നടപടി എടുക്കാൻ പോകുന്നില്ല. എന്തായാലും മൂർത്തീസ് ജ്വല്ലറിയെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു MD കൂടിയാവും ആദർശ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ മൂർത്തീസ് ജ്വല്ലറിയുടെ അവസാനത്തെ MD എന്റെ നാവ് പിഴക്കത്തില്ലമ്മേ. 2 വർഷത്തെ അഗ്രിമെന്റ് ആണ്. ഈ 2 വർഷവും ഞങ്ങൾക്ക് വേറെ മോഡലില്ല. വരാൻ പോകുന്ന വിഷുവിനും ക്രിസ്മസിനും ഓണത്തിനും ന്യൂ ഇയറിനുമെല്ലാം നവ്യയുടെ മുഖമാണ് ലോകം മുഴുവൻ കാണാൻ പോകുന്നത്. ചാനലിലും പത്രത്തിലും ടിവിയിലുമെല്ലാം ഇനി വലിയ പ്രശസ്തിയാവാൻ പോവല്ലേ. ഇപ്പൊ തന്നെ നവ്യക്കുള്ള അഡ്വാൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ശരി സർ. പിന്നീട് ഘട്ടം ഘട്ടമായി ബാക്കി തുക അക്കൗണ്ടിലേക്ക് വരും. ഇവിടെ ഇപ്പോ വളരെ ലീഡിംഗ് ആയിട്ടുള്ള മോഡലുകളും സ്റ്റാർസുകളും വാങ്ങിക്കുന്നതിനേക്കാൾ വലിയൊരു തുകയാണ് നവ്യക്ക് ഞങ്ങൾ തരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, അനന്തപുരിയുടെ മരുമകളായിട്ട് കൂടി ഞങ്ങളുടെ ജ്വല്ലറിയുടെ വളർച്ചയുടെ ഭാഗമാകാൻ നവ്യ കാണിച്ച തന്റെ ഇടത്തിനാണ് ഞങ്ങൾ മാർക്കിടുന്നത്. ഞാൻ കുടുംബസ്നേഹമൊന്നും ഇല്ലാത്ത ആളല്ല, പക്ഷെ കുടുംബത്തിനകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലായി. ഞങ്ങൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് മൂർത്തീസ് ജ്വല്ലറിയെ കുറിച്ച് മാത്രമല്ല, ആ ഫാമിലിയെ കുറിച്ച് ശരിക്കും സ്റ്റഡി ചെയ്തിട്ടാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവിടെ എന്ത് പൊളിറ്റിക്സ് ഉണ്ടായാലും നവ്യ വിഷമിക്കണ്ട. ഞങ്ങളുടെ വളർച്ചയുടെ ഭാഗമായി നിന്നവരെയൊക്കെ ഞങ്ങൾ സംരക്ഷിച്ചിരിക്കും. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ നവ്യക്ക് കുടുംബം വിട്ട് അനന്തപുരി തറവാടിന്റെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നാലും അതൊരു ടെൻഷനായി കാണണ്ട. നിങ്ങൾക്ക് താമസിക്കാൻ ഒരു പുതിയ വില്ല അടുത്ത നിമിഷം തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കും. എന്നോട് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാനാണെന്ന് ഞാൻ കരുതിയില്ല സർ. ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജ്വല്ലറി അല്ല AN ജ്വല്ലറി. അത് ഗൾഫിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ പേരുകളുണ്ട്. അവിടെ എല്ലാം നവ്യ തന്നെയായിരിക്കും ഞങ്ങളുടെ മോൻ. എന്ന് വെച്ചാൽ ജ്വല്ലറിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നവ്യയ്ക്കും വളർച്ച ഉണ്ടാവുമെന്ന് അർത്ഥം. പക്ഷെ ഒരു കാര്യം, ഈ 2 വർഷം എത്ര ഡിമാൻഡ് ഉണ്ടെങ്കിലും മറ്റ് കമ്പനികളുടെ പരസ്യങ്ങളൊന്നും ചെയ്യും. അതായത് മൂർത്തീസ് ജ്വല്ലറിയുടെ പോലും. ഒരിക്കലുമില്ല സർ. ഒരു വിഷമഘട്ടം വന്നപ്പോ എന്നെ പിടിച്ചു നിർത്തിയത് സാറിന്റെ ജ്വല്ലറിയാണ്. അതിന്റെ നന്ദി ഇനി മരണം വരെ എനിക്ക് AN ജ്വല്ലറിയോട് ഉണ്ടായിരിക്കും. എന്നാ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. നവ്യ ഞങ്ങൾ വിളിക്കുന്നതനുസരിച്ച് വന്നു. താങ്ക് യു സർ. ഓക്കെ. ഓക്കെ. അനന്തപുരിക്കാർക്ക് ഇതൊക്കെ വലിയ ഷോക്കായി. എതിരാളികളെ ദുർബലപ്പെടുത്താൻ ഇതുപോലെ ചില പൊടിക്കൈകളൊക്കെ ചെയ്യേണ്ടി വരും. ഹലോ സാർ, 2 വർഷത്തെ എഗ്രിമെന്റ് ആണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത്. അഡ്വാൻസും കൊടുത്തു. യെസ്, വെരി ഗുഡ്. അവൾ നമ്മുടെ തുറുപ്പ് ചീട്ടാണ്. അതുകൊണ്ട് അവളെ ഒരിക്കലും വിട്ടുകളയരുത്. എല്ലാം സാറ് പറയുന്ന പോലെ. ചേച്ചി, ഈ ഷുഗർ ഫ്രീ എവിടെ വെച്ചിരിക്കുന്നത്? അവിടെ ആ ശരി. ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ AN ജ്വല്ലറിയിൽ പോയതാണല്ലോ. അവളെന്തോ വാങ്ങാൻ വന്നതാ. അമ്മായി പറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങാൻ വന്ന പറഞ്ഞ അവളെ നീ ഇവിടെ ഇട്ട് പൊരിക്കും. ഇത്ര പെട്ടെന്ന് അവളെ തിരിച്ചു വരുമെന്ന് കരുതിയില്ലോ. പരസ്യത്തിന്റെ ഷൂട്ടിങ്ങിന് പോകുന്ന കരുതിയത്. ഓ സോറി. ഷുഗർ ഫ്രീ കിട്ടിയായിരുന്നോ? എടുത്തു. കള്ളന്മാരെ പോലെ നടക്കേണ്ട അവസ്ഥയായാലും ഭാര്യ ഒരു സൈഡില് അമ്മായി ഏട്ടത്തി വേറൊരു സൈഡില്. ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടായിട്ടില്ല. അല്ല നവ്യോ, അല്ല നീ എന്താ ഇവിടെ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. നീ എന്താ ഇവിടെ? അല്ല എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇന്നെ AN ജ്വല്ലറിയുടെ MD വിളിച്ചതേ 2 വർഷത്തേക്കുള്ള പരസ്യത്തിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിക്കാനാ. ഇനി അത്രയും നാള് ഞാൻ അവരുടെ മോഡൽ വലിയൊരു തുക അഡ്വാൻസ് ആയിട്ട് കിട്ടി. അതുകൊണ്ട് നല്ലൊരു പർച്ചേസ് നടത്താനാ ഞാനും വന്നത്. അതെ, ആ സമയത്ത് നിന്നെ കണ്ടത് എന്തുകൊണ്ട് നന്നായി. അല്ല, നീ ഒരുപാട് സാധനം വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അത്യാവശ്യം വേണ്ടതൊക്കെ വാങ്ങി. അമ്മയും അവന്തിയും പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങി. ഞാനിന്ന് വിജയിച്ചു വന്ന ദിവസം അത് നിന്നോട് ആദ്യം പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ ആഗ്രഹിച്ചതുപോലെ തന്നെ നീ മുന്നിൽ വന്ന് പെട്ടു. അത് നമ്മുടെ രണ്ടുപേരുടെ മനസ്സ് ഒരുപോലെ ചിന്തിക്കുന്നോണ്ടാ. നീ അരികിൽ ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ ഓർത്ത നിമിഷം തന്നെയാണ് നീ വന്നത്. എന്നാ പിന്നെ നിനക്ക് ആവശ്യമുള്ളൊക്കെ എടുത്തു. എന്റെ പർച്ചേസ് ഏതാണ്ട് തീരാറായി. ശരി. ഓ, ഇനി അമ്മായി ആകാശം മുട്ടൊരു ലിസ്റ്റ് തന്നെ എന്നെ അയച്ചാന്ന് പറഞ്ഞ ആകെ കുഴഞ്ഞത് തന്നെ. ഇവിടെ എന്നെ കൊല്ലും. എന്താടാ ഇറങ്ങുന്നില്ലേ? ഇറങ്ങാം. ഓ, AN ജ്വല്ലറിയായിട്ട് പുതിയ കരാർക്ക് ഒപ്പിട്ടോ? ഒപ്പിട്ടു. 2 വർഷത്തേക്ക്. അതിന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തുകയും കിട്ടി. ഇരിക്കുന്ന കൊമ്പ നീ ഇപ്പൊ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, ഞാൻ മൂക്കിടിച്ച് വീണോട്ടമ്മായി. എന്നാലും എന്റെ സ്റ്റാൻഡ് ശരിയാണെന്ന് തോന്നിയാ ഞാനത് ചെയ്തിരിക്കും. ആയിക്കോട്ടെ. അല്ല, ഇവനെ എവിടുന്നാ നിനക്ക് കിട്ടിയത്? പൈസ കിട്ടിയ സന്തോഷത്തിൽ പർച്ചേസ് ചെയ്യാൻ ഷോപ്പിലേക്ക് പോയപ്പോ ഇവനോട് ഉണ്ടായിരുന്നു. ഓ അത് ശരി. എടാ, നീ പറഞ്ഞ സാധനം എല്ലാം വാങ്ങിച്ചോ? അത് ശരി. അപ്പൊ അമ്മായിക്ക് സാധനം വാങ്ങാനാണ് നീ അങ്ങോട്ട് വന്നത്? ഞാൻ പുറത്തോട്ട് പോകുന്നു പറഞ്ഞപ്പോ അമ്മായി കുറച്ച് സാധനം വാങ്ങാൻ പറഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും പുറത്ത് പോലെന്ന് പറഞ്ഞിട്ട് ഞാൻ മതി, എനിക്ക് മനസ്സിലായി. നിനക്കേ ഉള്ളു ഇപ്പൊ ജോലി ഇല്ലാത്തത്. എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ജോലിയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പണവും കിട്ടിക്കഴിഞ്ഞു. പിന്നെ നീ നിന്റെ അമ്മയും ഇവിടെ ആരുടെ അടിമയാവേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ച് എന്റെ അമ്മായിയല്ലേ? അമ്മായി പറയുമ്പോ അതെനിക്ക് നിരസിക്കാൻ പറ്റുമോ? അമ്മായിക്ക് പറയാനോട് വേറെ ആൾക്കാരുണ്ടല്ലോ. മോനും മോനെ പോലെ സ്നേഹിക്കുന്ന വേറൊരുത്തനും ഉണ്ടല്ലോ. അവർക്കൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നൂടെ? ഇതിന് മുൻപ് അമ്മായി ഇതുപോലെ ആരെയും കടയിലേക്കൊന്നും പറഞ്ഞു വിടാറില്ലായിരുന്നല്ലോ. ഇവിടുന്ന് ഒരു ലിസ്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കടക്കാർ സാധനങ്ങൾ ഇവിടെ എത്തിക്കായിരുന്നല്ലോ. ആ സിസ്റ്റം ഒക്കെ മാറ്റി ഇനി പുറത്തു പോകുന്നതും ഈ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതും ഇവനായിരിക്കും.